ഒന്ന് കാണിക്കറോ ഒന്ന് കാണിച്ച മറിച്ചിട്ടാ നേരെ കാണിക്കേ അങ്ങനെ ലഹീൻ 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 ഹായ് ഓൾ. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രോ ഒന്ന് കൊടുത്തിട്ടാ, കാരണം സോങ്സ് തന്നെ തൊട്ടിലിട്ടുന്ന സോങ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇൻട്രോ ഒന്നും ഇന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ തൊട്ടിൽ കെട്ടലിൻ്റെ മുന്നേത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ പരിപാടിയൊക്കെ രാത്രിയാണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെറിയ കുട്ടികൾക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് നാട്ടിൽ ഉണ്ട് കേട്ടോ ഇതുപോലെ. ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നറിയില്ല. കാസർഗോഡ് ജില്ലയിൽ ഇതുപോലത്തെ തൊട്ടിൽ കെട്ടൽ ചടങ്ങിന് കുട്ടികൾക്ക് പിന്നെ ഇതുപോലത്തെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, സ്മൂത്തിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ പുരയിലുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത്. നമ്മളെ പുരയിലുള്ള പിള്ളേർ നമ്മളെല്ലാം എല്ലാവരും ഓരോരോ ചോക്ലേറ്റ് ഐറ്റംസ്, കേക്ക്, അത് പിന്നെ അതിലേക്ക് നമ്മൾ പൈസയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 20 വേണ്ടാൾ 20 കൊടുക്കും, 10 വേണ്ടാൾ 10 കൊടുക്കും, 50 വേണ്ടാൾ അങ്ങനെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ ബോക്സിലേക്ക് നമുക്ക് ഇതുപോലത്തെ റുപ്പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കവറിൽ സെറ്റ് ആയതിന് ശേഷം എല്ലാം മുട്ടായൊക്കെ ചൊരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉമ്മ ഇട്ടിട്ട് ബോണിയാക്കിട്ടെന്ന് വെച്ചിട്ട് ഓരോരോ മുട്ടായി ഇട്ടിട്ട് ഫസ്റ്റ് ഉമ്മ ബോണിയാക്കുന്ന കേട്ടോ. എല്ലാ ഐറ്റംസും ഒരു 7 വക ഐറ്റംസ് ഉണ്ടായിരുന്നു. 7 വക ഐറ്റംസും പിന്നെ 20 രൂപയും അതിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ രാത്രി ഫുഡെല്ലാം കഴിച്ചാനായിട്ട് ശേഷം കേട്ടോ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ട് പിള്ളേരിലുണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ പാട്ടും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പാക്കിംഗ് ഒക്കെ ഞങ്ങൾ തൊട്ടിൽ കെട്ടലിന് പാട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. അപ്പം അതിൻ്റെ എല്ലാം കഴിഞ്ഞ ശേഷം ആ പാട്ടും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി പാക്കിംഗ് കവറായിരുന്നു. പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ലീന ഷിഹാബ് എന്നാണ് പേര്. അപ്പോൾ എല്ലാ ഐറ്റംസും ഏകദേശം ഇതുപോലത്തെ ഐറ്റംസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ചെറിയൊരു കുഞ്ഞി പാക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമ്മ അതിലേക്ക് പൈസ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ സമയം നമ്മൾ ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ പാക്കിങ്ങിന്. നല്ല രസമുണ്ടായിരുന്നു. കലമ്പിക്കൊണ്ടും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും അങ്ങനെ അടിപൊളിയായിട്ട് പാക്കിംഗ് എല്ലാം ആക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ സൽമാൻ, സിനാവും, സായദും, ഷന്നാവും, എൻ്റെ നെയ്ലാവും, നെയാസും അങ്ങനെ അവർ 5 പേരുണ്ട്. അങ്ങനെ ഏകദേശം പാക്കിംഗ് ഒക്കെ നല്ല റെഡിയാണ് കേട്ടോ. പിന്നെ ലഹിനും ഉണ്ടായിരുന്നു എല്ലാത്തിനും ഒക്കെ കൂടിയിട്ട്. അവൻ്റെ ഒരേ ഒരു കുഞ്ഞിപ്പങ്ങളുടെ തൊട്ടിൽ കെട്ടൽ ചടങ്ങല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻജോയ് ആക്കിയിട്ട് നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് പാക്കാക്കുന്ന കേട്ടോ. അപ്പോൾ പാക്കാക്കി ഇങ്ങനെ വെച്ചെങ്കിൽ ഓരോരോ ചോക്ലേറ്റ് ഓരോരോ സൈഡ് ഇങ്ങനെ ചൊരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്നിട്ട് ഒരാൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ എന്നതാ ഇതുപോലത്തെ കപ്പ് കേക്ക് ഇടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കപ്പ് കേക്കിന് സൈഡിൽ ഇരുന്നിട്ടാ. അങ്ങനെ എല്ലാവരും 7 പേരും 7 സൈഡ് ഇത്തിരിയായിട്ട് ഓരോരോ ബോക്സും കയ്യിൽ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കലാണ്. അടിപൊളിയായിട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ മുന്നേ കുറച്ച് സമയം ഇട്ട് തന്നായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് സാജിക്ക് മൈലാഞ്ചി ഒക്കെ ഉണ്ടെന്നുകൊണ്ട് ഓൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരും കൂടിയിട്ട് ഓരോന്നോരോന്നേ ഇട്ടിട്ട് കൊടുത്തതാണ്. ഇതൊക്കെ നല്ല എൻജോയ് ആക്കി ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ പാക്കിംഗ് ആക്കി നോക്കുമ്പോൾ നല്ല രസമാണ്. കാരണം നമുക്കൊരു പരിപാടിക്ക് മുന്നത്തെ ദിവസം ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ
അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഇവിടെ പരിപാടി തന്നെയാണ് കേട്ടോ. ആളും പാളും വരലും അങ്ങനെ തിരക്കിൽ തന്നെയാണ് കേട്ടോ വീട്ടിലെല്ലാവരും ഉള്ളത്. എപ്പോൾ ഇങ്ങനെ ഇതുപോലെ ബിസി ആയിട്ട് തന്നെയാണ് കേട്ടോ കുറേ ദിവസമായിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഉപ്പാവുമ്മ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടി ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ആക്കി കേട്ടോ. ഇത്ര പെട്ടെന്ന് തൊട്ടിൽ കെട്ടുന്ന ടൈം ആയിട്ടില്ല, പക്ഷേ പിന്നെ പോകുന്നുള്ളത് കൊണ്ട് പെട്ടെന്നായിട്ട് ചെയ്തതാണ്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിയാനാകുമ്പോൾ എല്ലാവർക്കും പിന്നെ കുറേ മടുത്തിട്ടാണ്. കാരണം കുറേ പാക്കിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു. 300 വരെ, ഏകദേശം 300-350 വരെ പാക്കിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ടിൽ കെട്ടാൻ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മുന്നേത്തുനിന്ന് ആക്കി കഴിച്ചെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കാമല്ലോ എന്ന് വെച്ചിട്ട് റൂമിനുള്ളിൽ അടിച്ച് വെച്ചിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മുന്നേത്തുനിന്നായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം തൊട്ടിൽ കെട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തത്.
അങ്ങനെ ഏകദേശം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടേബിളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവൻസിൻ്റെ ആളെല്ലാം വന്ന് ഇവൻറ്റും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോൾ രാത്രി 11-12 മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2-3 മണിയാകുമ്പോൾ അവരും കൂടി പോയിട്ടാ വെള്ളമാനം രാവിലെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.